ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ദേവസ്വം ബോർഡുമായി നേരിട്ട് ബന്ധമെന്ന് SIT. ഗോവർദ്ധന്റെയും പങ്കജ് ഭണ്ഡാരിയുടെയും റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെന്നറിയാവുന്നവരാണ് 9ഉം 10ഉം പ്രതികളായ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി സ്വർണം മോഷ്ടിച്ചതിൽ ഇരുവർക്കും വ്യക്തമായ പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൾക്ക് ദേവസ്വം ബോർഡുമായും ജീവനക്കാരുമായും നേരിട്ട് ബന്ധമുണ്ട്. അതിനാൽ ജാമ്യം അനുവദിച്ചാൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗോവർദ്ധനിൽ നിന്ന് 474.96 ഗ്രാം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. പണിക്കൂലിയായി കൈപ്പറ്റിയ 109.24 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ പക്കൽ നിന്നും ലഭിച്ചു. എന്നാൽ ഇനിയും സ്വർണം കണ്ടെത്താനുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. നാളെ ഇരുവർക്കുമായുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് N. വിജയകുമാർ, KP ശങ്കർദാസ് എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് SIT. ഇരുവരെയും പ്രതി ചേർക്കാത്തതെന്താണെന്ന ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് നടപടി. ചോദ്യം ചെയ്യലിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. കൊള്ളയിൽ പങ്കില്ലെന്നും പത്മകുമാറാണ് നടപടികൾ മുഴുവൻ നടത്തിയതെന്നുമാണ് ഇരുവരും നേരത്തെ മൊഴി നൽകിയിരുന്നത്. എന്നാൽ തീരുമാനങ്ങളിൽ ബോർഡിന് കൂട്ട ഉത്തരവാദിത്വമുണ്ടെന്ന വാദമാണ് പത്മകുമാർ ഉയർത്തുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.